എല്ലാ പ്രവാസി സുഹൃത്തുക്കളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാൻ കാരണം, ഞാനൊരു ബസ് യാത്രക്കാരാണ് അബുദാബിയിൽ. അപ്പോൾ ഈ ബസ് യാത്രക്കാരായ മലയാളികളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. ഒരു 3 ആഴ്ചയെങ്കിലും. ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. പക്ഷെ നമ്മളതൊന്നും ചെവി കൊള്ളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ. കാരണം ഇവിടെ ഒരു ബസ്സിലൊരു ഫിലിപ്പീൻസ് ആകട്ടെ, ഒരു 99% പേരും മാസ്ക് ധരിക്കുന്നുണ്ട്. ഒരു 90% ഫിലിപ്പീൻസും ഹാൻഡ് ഗ്ലൗസും ധരിക്കുന്നുണ്ട്. ബസ്സിലിപ്പോൾ മറ്റുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ബസ്സിൽ മറ്റുള്ള രാജ്യക്കാരും ഈജിപ്ഷ്യന്, പാകിസ്ഥാന് അവരെല്ലാം മാസ്ക് ധരിക്കുന്നവരാണ്. 75% പേരും ധരിക്കുന്നുണ്ട്. ഇന്ത്യൻസും തന്നെ ധരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ വളരെ കുറവ്, 10% മാത്രമേ ധരിക്കണുള്ളൂ. ഹാൻഡ് ഗ്ലൗസിന് അവർ ധരിക്കണമില്ല. കാരണം ഇത് നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെയും മറ്റുള്ളവരെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു 3 ആഴ്ചയേ ഉള്ളൂ, കൂടുതലും ധരിക്കേണ്ട ആവശ്യമില്ല. 3 ആഴ്ച ചിലപ്പോൾ ചിലപ്പോൾ ശരിയായി കിട്ടും. പക്ഷെ അതുവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ മാസ്ക് ധരിക്കാൻ നോക്കുക. ഞാൻ ഇപ്പോൾ ഒരു മലയാളിനോട് ഇങ്ങനെ പറഞ്ഞ് ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ, എന്താ നിങ്ങൾ ബസ് ഇങ്ങനെ എന്താ മാസ്കും ധരിക്കാത്ത, എല്ലാവരും ധരിക്കേണ്ട കണ്ടില്ല. അപ്പോൾ പറഞ്ഞു, മൂപ്പര് പറയാണ്, ജീവിച്ചാൽ എന്തെങ്കിലും മരണമല്ലേ. മൂപ്പരങ്ങനെ അതൊരു നെവർമൈൻഡ് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ മരിച്ചാൽ പോരെ, ഇതിനെ മറ്റുള്ളവരെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു മൂപ്പരോട്. അപ്പോൾ നമ്മളുടെ സുരക്ഷ മാത്രം ഉറപ്പാക്കുക, മറ്റുള്ളവരുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മളെ ഈ നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെ കുടുംബം നോക്കുന്നത്. അപ്പോൾ ഈ നാടിനെ നമ്മൾ രക്ഷിക്കുക നമ്മളുടെയും കടമയാണ്. ഈ ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇവരില്ല നിയമം ഇതേമാതിരിയൊക്കെ നിയമം പാസ് ചെയ്ത് തരുന്നത്, ഈ ആനുകൂല്യങ്ങൾ ചെയ്ത് തരുന്നത്. കാരണം ബസ്സിൽ തന്നെ ഇപ്പോൾ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ടിലൂടെ ഇപ്പോൾ കയറാൻ പാടില്ല. ഇപ്പോൾ മിഡിൽ ഡോറിലൂടെയും ബാക്ക് ഡോറിലൂടെയും കയറാൻ പറ്റുള്ളൂ. കാരണം അത്രയും സുരക്ഷയാണ് ഇവർ ചെയ്യണം. ബസ് കൂടുതലായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാരണം കൂടുതൽ അടുത്ത് സീറ്റിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയും തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ചില ആൾക്കാരിത് അങ്ങോട്ട് വിനിയോഗിക്കുന്നില്ല. അതാണ് കഷ്ടം. കാരണം ഇവിടുത്തെ അറബികൾ ഇപ്പോൾ ഞാനിപ്പോൾ അറബികൾ കൂടുതൽ ബന്ധമുള്ള ആളാണ്. ഇപ്പോൾ അറബികളൊക്കെ ഇപ്പോൾ നമ്മൾ മലയാളികൾ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം നീ എന്താ ഹിന്ദി എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരെ മനസ്സിൽ നീ മലയാളിയാണെന്ന് ചോദിക്കുന്നത്. അവർ ഇന്ത്യക്കാരെ മലയാളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും മലയാളികൾ അവർക്ക് ഇവിടുത്തെ അറബികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ അറബികൾ വരെ ഭയങ്കര ശ്രദ്ധയാണ്. ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന അറബികൾ കൂടെ അവർ മാസ്കെല്ലാം ധരിച്ച് വളരെ ശ്രദ്ധയുടെ ജോലിയാണ്. അവരൊക്കെ പറഞ്ഞാൽ പുറത്തൊന്നും കറങ്ങി നടക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വിദേശികൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും പുറത്ത് സൂപ്പർ മാർക്കറ്റിലൂടെയും എല്ലായിടത്തും പോകുന്ന ആൾക്കാരാണ്. പുറത്തെ ആളുകളെ കൂടെ വന്നാക്കി. എന്നാലും നമ്മൾ പുറത്തുകൂടെ കറങ്ങി നടക്കും. പക്ഷേ അറബികൾ ഇപ്പോഴും വണ്ടിയിൽ മാത്രമേ പോകുള്ളൂ. എന്നാലും അവർ മാസ്കും ഗ്ലൗസെല്ലാം ധരിക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു 3 ആഴ്ചയെങ്കിലും മാസ്ക് ധരിക്കാൻ നോക്കുക. കഴിയുന്നതും ഗ്ലൗസും ധരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇനി പറ്റാത്തവർ ഇടയ്ക്കൊക്കെ ക്ലീൻ സാനിറ്റൈസർ അവിടെ ബസ്സിലുണ്ടാവും, അത് വെച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ ഒരു 5 ദിർഹംസ് 3 ദിർഹംസ് ചെറിയ ബോട്ടിലിട്ടും അത് നമ്മളെ കയ്യിൽ തന്നെ കൊണ്ടിടക്ക് പോക്കലിട്ട് ഇടന്നാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ബസ്സിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ക്ലീൻ ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ബാച്ചിലായിട്ടോ താമസിക്കുന്ന ആൾക്കാർ റൂമിലേക്ക് പോകുമ്പോൾ റൂമിൻ്റെ അതിൻ്റെ ഹാൻഡിലുണ്ടല്ലോ, ഹാൻഡിൽ അത് ദിവസം ക്ലീൻ ചെയ്യുക. കാരണം നമ്മൾ പിടിക്കും, അതുമാതിരി വേറെ ആൾ പിടിക്കും. അപ്പോൾ ആർക്കപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂമിൽ 8 ആളും ഒക്കെ ഉണ്ടാവും, താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത് കഴിയുന്നതും ദിവസവും നമ്മളെ ഹാൻഡിൽ എപ്പോഴും ക്ലീൻ ചെയ്യുക. അപ്പോൾ റൂമിലേക്ക് കയറി ചെന്നാൽ ഉടനെ നമ്മളെ കൈ വാഷ് ചെയ്യുക. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ബസ്സിൽ ഞാൻ സാധാരണക്കാരൻ്റെ ആളായതുകൊണ്ടാണ്. കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ അതിനെ കണ്ടുകൊണ്ട് പറയണം. കാരണം ബസ്സിൽ മലയാളികൾ കൂടുതൽ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം മലയാളിയാണ് കൂടുതൽ അശ്രദ്ധ എനിക്ക് തോന്നിപ്പോകുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടില്ലേ, മലയാളികൾ ഇപ്പോൾ ഗവൺമെൻറ് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ജനങ്ങളത് ശ്രദ്ധിക്കാതെ പുറത്തോട്ട് ഇറങ്ങി നടക്കണുണ്ടല്ലേ. അപ്പോൾ കഴിയുന്നത് ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.